ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ ഒന്നാം ക്ലാസ്സിൻ്റെ ഉത്ഗ്രഥനം 2-ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രവർത്തനം 6 മുതലാണ് ജഗ്ഗുവിന് സ്വീകരണം. അപ്പോൾ ചിത്രം നോക്കി യോജിച്ച വാക്യങ്ങൾ എഴുതാനാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ജഗ്ഗു എന്ന് പറയുന്നത് ആരാണ്? ആനയാണല്ലേ. ജഗ്ഗു ആനയ്ക്ക് സിംഹരാജൻ എന്താണ്? സിംഹരാജൻ മാലയിട്ട് സ്വീകരിക്കുന്നു. പിന്നെയോ 2-ാമത്തെ ചിത്രത്തിൽ കുരങ്ങച്ചൻ ജഗ്ഗുവിന് പഴക്കുല നൽകുന്നു. 3-ാമത്തേത് പിന്നെ അണ്ണാൻ കുഞ്ഞ് ജഗ്ഗുവിന് പനയോല നൽകുന്നു. പിന്നെ 4-ാമത്തേത് മുയലച്ചൻ പാട്ട് പാടുന്നു. ഇത് കേട്ട് ലാസ്റ്റ് എന്താണ്? എല്ലാവരും കൈയടിച്ചു. അപ്പോൾ ചിത്രം തന്നാൽ ഇതുപോലെ ചെറിയ വാക്കുകളിൽ എഴുതുക കേട്ടോ. അടുത്ത പ്രവർത്തനം എത്ര വാഹനങ്ങൾ. താഴെ കൊടുത്ത വാഹനങ്ങളെ ഉപയോഗമനുസരിച്ച് തരംതിരിക്കൂ. മണ്ണുമാന്തി തന്നിട്ടുണ്ട്, ബസ്, കാറ്, റോഡ് റോളർ, പിന്നെ ലോറി, സൈക്കിൾ, ടെമ്പോ, മോട്ടോർ സൈക്കിൾ. അപ്പോൾ ജോലി ചെയ്യാൻ, പിന്നെയോ യാത്ര ചെയ്യാൻ, പിന്നെ സാധനങ്ങൾ കൊണ്ടുപോകാൻ, അങ്ങനെ 3 വിഭാഗത്തിലുള്ള വണ്ടികളുണ്ട് അല്ലേ. ജോലി ചെയ്യാൻ മണ്ണുമാന്തി, പിന്നെ റോഡ് റോളർ. യാത്ര ചെയ്യാൻ ഏതൊക്കെയാണ്? ബസ്, കാറ്, സൈക്കിള്, മോട്ടോർ സൈക്കിൾ എന്നിവ. ഇനി സാധനങ്ങൾ കൊണ്ടുപോകാനോ? ലോറി, ടെമ്പോ. ഇനി അതിൽ തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. പുകയില്ലാത്ത വാഹനം ഏത്? ഏതാ മക്കളെ? സൈക്കിളാണ്. അടുത്തത് കല്ലുകൾ എത്ര. കല്ലിൻ കൂട്ടങ്ങൾ കൂട്ടി നോക്കി ആകെ എത്രയെന്ന് കണ്ടെത്തൂ. ഇവിടെ 10 കല്ലുകൾ തന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തും 10 എണ്ണം. 10ഉം 10ഉം എത്രയാ? 20. അടുത്തതിൽ ഒരു 10, പിന്നെ താഴെ ഒരു 10 അല്ലേ. പിന്നെയോ ഇപ്പുറം ഭാഗത്തും 10, പിന്നെ എത്രയാ? 3 എണ്ണമാണുള്ളത്. അപ്പോൾ എത്രയായി മൊത്തം? 10ഉം 10ഉം 20, 20ഉം 10ഉം 30, 30ഉം 3ഉം 33. അടുത്തത് നോക്കിക്കേ, 10ൻ്റെ എത്ര എണ്ണം ഉണ്ട്? എത്ര കല്ലുകളുണ്ട്? 4 കല്ലുകളുടെ കൂട്ടമുണ്ട് അല്ലേ. പിന്നെയോ 4 കല്ലുകളുമാണുള്ളത്. അപ്പോൾ 10 + 10 + 10 + 10 + 4. അപ്പോൾ എത്രയാ? 4 10 40, 40ഉം 4ഉം 44. അങ്ങനെയെങ്കിൽ വലിയ കൂട്ടത്തിലെ കല്ലുകൾ എത്രയാണ്? 44 ആണല്ലേ. ചെറിയ കൂട്ടത്തിലെ കല്ലുകളോ? 20 ആണ്. അടുത്ത പ്രവർത്തനം കാട്ടിലെ വിദ്യാലയം. രൂപങ്ങൾ എണ്ണി നോക്കി എഴുതാനാണ്. അപ്പോൾ ത്രികോണം എത്ര എണ്ണം എഴുതണം? പിന്നെയോ വൃത്തം അല്ലേ, വട്ടം എത്ര എണ്ണം, ചതുരം എത്ര എണ്ണം എഴുതണം. അതിനുശേഷം ഇവ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവ ഉപയോഗിച്ചിട്ട് ഒരു വീടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കുക. അപ്പം നമുക്ക് ഒന്ന് എണ്ണി എഴുതി നോക്കാം. ത്രികോണം എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണമാണ്. ബാക്കിയുള്ളതും കൂടെ മക്കൾ നോക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.